ചക്കരക്കുട്ടൻ ആരാ? ഹലോ ഗായ്സ്, എന്നുണ്ട് വിശേഷം? സുഖം എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്നു, എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ പുള്ളിക്കാരത്തെ വ്ളോഗൊക്കെ എടുക്കാമെന്നൊരു ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. ഇപ്പം ഡേ ഒക്കെ കഴിഞ്ഞ് ഹാഫ് ഡേ ആയി. ഇപ്പം നമ്മൾ സമയം 11 മണിയായി, 11:15 കേട്ടോ. അപ്പം ഇവന് ഭയങ്കര ഉറക്കമായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ കുക്കൊക്കെ ചെയ്യാം. കുക്ക് ചെയ്യുമ്പം നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ആരോടെങ്കിലും സംസാരിക്കാൻ തോന്നത്തില്ലേ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഓക്കെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അപ്പം എനിക്ക് കുറച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആവല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഒന്ന് തലമുടിയൊക്കെ ഒന്ന് ചീവി നിങ്ങളുടെ മുന്നേ വരുമ്പോൾ കുറച്ചെങ്കിലും ഒരു വൃത്തി വേണ്ടേ. കുക്കറ് കിടന്ന് അടിക്കുകയാണ് കേട്ടോ. അപ്പം ഒന്ന് ചീവി ഒന്നൊരുങ്ങി എന്ന് വന്നപ്പോഴത്തേക്കും അവൻ്റെ സൈറൻ മുഴങ്ങി. അവൻ ഉണന്നിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ജോനൂസ് ഉണ്ട് എൻ്റെ കൂടെ. ഇനിയിപ്പം ഞാൻ എങ്ങനെ കുക്ക് ചെയ്യും എന്നുള്ള വണ്ടറടിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഇന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ചോറ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചോറ് കുക്കറിനകത്താണ് വെക്കുന്നത്. അപ്പം ഞാൻ ചോറ് കുക്കറിനകത്താണ് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ചോറ് കുക്കറിനകത്താണ് വെക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോറ് കുക്കറിനകത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് കാണും. അപ്പം ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് കാണും എങ്ങനെയാണ് കുക്കറിനകത്ത് ചോറ് വെക്കുന്നതെന്ന് അല്ലേ. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ അരി കഴുകി നമ്മുടെ കുക്കറിൻ്റെ അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ കെറ്റിലിനകത്ത് ചൂടുവെള്ളം തിളപ്പിക്കും. എന്നിട്ട് ആ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഇവിടുത്തെ ഞാൻ മേടിക്കുന്നത് മട്ടേരി അതന്നെ. അപ്പോൾ അത് നല്ല വേവാണല്ലോ. അപ്പോൾ അത് ഞാൻ വെച്ചിട്ട് ഒരു 10 വിസിലെങ്കിലും അടുപ്പിക്കും. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് 10 വിസിലടുപ്പിക്കും. എന്നിട്ട് ഞാൻ കുറച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിലടിക്കുമ്പോഴത്തേക്കും ഞാൻ നിർത്തിയിടും. എന്നിട്ടൊരു 1/4 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനത് തുറക്കത്തുള്ളൂ. അപ്പോഴത്തേക്കും അത് വെന്ത് കറക്റ്റ് വേവായിട്ട് നിൽക്കും. എനിക്കങ്ങനെയാണ്, എൻ്റെ കുക്കർ അങ്ങനെയാണ്. നിങ്ങളുടെ കുക്കർ ചിലപ്പം ഭയങ്കരമായിട്ട് വേവാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇതെന്തായാലും ഞാൻ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അവിടെ 1 മണിക്കൂർ വെച്ചിട്ട് ഞാൻ വീണ്ടും ഞാൻ ചൂടുവെള്ളം കെറ്റിനകത്ത് തിളപ്പിക്കും. എന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചിട്ട് തിളപ്പിക്കും. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ഊറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഫോണിനകത്ത് ആരോടും സംസാരിക്കാൻ പാടില്ല. ഫോൺ അപ്പോഴേ അവന് മേടിക്കണം. ഫോൺ മേടിച്ച് അവന് സംസാരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പം കുഞ്ഞുങ്ങളുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പം ഇതിനിപ്പം ഫോൺ വേണം. അപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇനി നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഇന്നലെ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ നമ്മൾ മസാലയൊക്കെ പറ്റി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ രാവിലെ ഉപ്പി പറ്റിച്ചിട്ടുണ്ട്. കാണിക്കാതെ കണ്ടോ, ഇതാണ് ചിക്കൻ ഉപ്പി പറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ, ഇനി തക്കാളിയൊക്കെ അരിയാനുണ്ട്, വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ബീൻസ് അരിഞ്ഞ് വെക്കാനുണ്ട്. ബീൻസ് അരിഞ്ഞില്ല, അത് കഴുകി വെച്ചേക്കുകയാണ്. പിന്നെ രാവിലെ നമുക്ക് കഴിക്കാൻ ഉപ്പുമാവായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഇത് അടിക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ? ഈ ദലിയ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് നുറുക്കിൻ്റെ ഉപ്പുമാവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പം അത് നമ്മൾ രാവിലെ കഴിച്ചു. ഇനി ഉച്ചക്കത്തേക്കുള്ള ചോറ് റെഡിയായി. മോരുകറി ഇരിപ്പുണ്ട്, ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതുണ്ട്. ഇനി വേറെ കൂട്ടാനൊന്നുമില്ല. പിന്നെ ചിക്കൻ കറി വെക്കണം, ബീൻസ് തോരൻ വെക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ മെയിൻ കാര്യങ്ങൾ. ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത്. എന്തോ ജോനു പറഞ്ഞ ഹലോ പറ. ഇപ്പം ജോനു എല്ലാം പറയാം അല്ലേ ജോനു? ഇപ്പം ജോനു സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മമ്മി, പപ്പ, പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയും അല്ലേ ജോനു? ജോനു പറഞ്ഞേ ഹലോ. ക്യാമറ കണ്ടാലോ പിന്നെ വേറെ ആരുടെയെങ്കിലും മനുഷ്യരുടെ മുന്നേ ചെന്നാലും മിണ്ടത്തില്ല കേട്ടോ. അതെല്ലാ പിള്ളേരും അങ്ങനെയാണല്ലേ. പറ ജോനു ഹലോ. ഇനി ജോനുവാണ് ഇവിടുത്തെ യൂട്യൂബ് ബ്ലോഗർ തോന്നുന്നു. ഇനി ജോനുവിനെ എടുക്കണം, അതാണ് മെയിൻ പരിപാടി, നല്ല പരിപാടി അല്ലേ ജോനുവിനെ കൊണ്ട്. അപ്പം ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അവന് വിശക്കുന്നുണ്ടായിരിക്കും. ഇനി അവന് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. രാവിലെ നമ്മൾ ഉപ്പുമാവ് കഴിച്ചു, അത് കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. ഇനി എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ എന്നും രാവിലെ ഇവന് ഫുഡ് കൊടുത്തത് നമ്മളൊരു 1 മണിക്കൂർ നടക്കാൻ പോകാറുണ്ട്. അതാകുമ്പോൾ അവൻ കുറച്ചുകൂടെ കണ്ടല്ലോ ആക്ഷൻസ് ഡ്രാമ കണ്ട തുടങ്ങിയല്ലോ.
ജോലി കുറച്ചൊന്ന് കരച്ചിലൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ എവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ, നമ്മൾ എന്നും രാവിലെ ഇവന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് നടക്കാൻ പോകും കേട്ടോ. ഇപ്പം ഇവനെ കൊണ്ട് 1 മണിക്കൂർ ഞാൻ നടക്കാൻ പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉറക്കാറുള്ളത്. പക്ഷെ ഇന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ ഹെന്നയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് തലമുടിയൊക്കെ ഇങ്ങനെ കുളിച്ച പോലെ ഇരിക്കുന്നത്, കുളിച്ച കോഴിയെ പോലെ ഇരിക്കുന്നത്. അതെ, അപ്പം ഞാൻ രാവിലെ ഇന്ന് ഹെന്നയൊക്കെ തേച്ചു, മുടിയൊക്കെ നരച്ചു തുടങ്ങിയെന്നേ. എന്താ മറ്റേ പാട്ടുണ്ടല്ലോ, പാട്ട് ബീജിമിടും, കാത്തിരുന്ന് കാത്തിരുന്ന്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതെ, എൻ്റെ മുടിയൊക്കെ നരച്ചു തുടങ്ങി, കുറേ നരയുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ചെമ്പിപ്പിക്കാമെന്നല്ലേ, ചെമ്പ. അതെ, അത് എണ്ണയൊക്കെ തേച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കഴുകിയിട്ട് വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ നടക്കാൻ ആ സമയമായപ്പോഴത്തേക്ക് 10 മണി 10:30 ആയപ്പോഴത്തേക്ക് ഇവന് നല്ല ഉറക്കം വന്നു. ഞാൻ വെച്ച് ഉറക്കി കിടത്തിയിട്ട് പെട്ടെന്ന് കുക്ക് ചെയ്യാമല്ലോ എന്ന് വന്നിട്ട് വന്നതാണ്. പക്ഷെ അപ്പോഴത്തേക്കും അവൻ ഉണർന്നു കഴിഞ്ഞു. അതങ്ങനെയാണ്, നമ്മൾ കുക്ക് ചെയ്യാൻ എന്തെങ്കിലും ജോലി ചെയ്യാനോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ പിള്ളേർ ഉറങ്ങത്തില്ല. അത് നിങ്ങൾക്കറിയാതിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇപ്പം ഞാനെങ്ങനെയാണ് ചെയ്യുന്നത് അറിയുമോ? ചിലപ്പം ഒരു കൈ കൊണ്ടായിരിക്കും നമ്മൾ കുക്ക് ചെയ്യുന്നത്. കാണിച്ചു തരാം. അപ്പം ഇനി നമ്മൾ വെളുത്തുള്ളി പൊളിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഒരു കൈ കൊണ്ട് വെളുത്തുള്ളി പൊളിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതാ, ഒരു കൈയിൽ ഇവരെ പിടിക്കണം, ഒരു കൈയിൽ നമ്മൾ ഇങ്ങനെ പൊളിക്കണം. അപ്പം നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന്, ഒരു കൈയല്ല അല്ലേ, 2 കൈ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു സാധനം അല്ലേ, യെസ്, ആ സാധനം വെറുതെ ഇരിക്കുന്നില്ല. ഇങ്ങനെ എന്തോ വെള്ളം വേണോ? വാട്ടർ? ഓക്കെ, ജോലിയിൽ വാട്ടർ എടുത്ത് തരാം. അപ്പം ഇത് പറയുന്ന കുപ്പിക്കകത്ത് വേണം കേട്ടോ. 2 കുപ്പിയുണ്ട്. ഒന്ന് ഈ കുപ്പിയുണ്ട്, പിന്നെ വേറൊരു കുപ്പിയുണ്ട്. അപ്പം അതിനകത്തിൽ അവന് വേണ്ട, ഇത് വേണം. പിടിച്ചു. ഇനി ഇവനെ കുറുക്കുണ്ടാക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഇവനെ കുറുക്കുണ്ടാക്കാം, ഈ കുപ്പിലെ ചിക്കൻ കറി ഉണ്ടാക്കാം. ഞാൻ കരുതി കുറച്ച് ഓട്സ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഇതാണ് ഞാൻ കൊടുക്കുന്ന ഓട്സ്. സഫോള ഓട്സ് ആണ്. ഞാൻ ഇവനിപ്പം നോർമൽ ഓട്സ് ആണ്. അലക്സ സ്റ്റോപ്പ്. അപ്പം അലക്സയായിട്ട് എപ്പോഴും പാട്ടിട്ടുകൊണ്ടിരിക്കും കേട്ടോ. അവൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു. അപ്പം അവനൊരു എന്താ ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നമ്മൾ വേറെ കാർട്ടൂൺസ് ഒന്നും ഞാൻ വെച്ച് കൊടുക്കാറില്ല. എപ്പോഴും ഞാനിങ്ങനെ അലക്സയിൽ പാട്ടിട്ട് കൊടുക്കും. അപ്പം ചിലപ്പോൾ അതിന് കേട്ടോണ്ടിരിക്കും, ചിലപ്പോൾ അവനെ ബോറടിക്കും. അലക്സ എന്നൊക്കെ വിളിക്കും. പക്ഷെ അട്ടാന്ന് വിളിച്ചാൽ അലക്സ കേൾക്കത്തില്ലല്ലോ, അലക്സാന്ന് തന്നെ വിളിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഓട്സ് കുറുക്കി കൊടുക്കാം. ഓട്സ് ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്യും. അപ്പം അത് കുറച്ചൊന്ന് വേവുമല്ലോ. വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിച്ചിരി പാലൊഴിക്കും, പശുവും പാൽ തന്നെ. അതായത് നമ്മുടെ അമൂലിൻ്റെ പാലാണ് ഇവിടെ മേടിക്കാൻ കിട്ടുന്നത്. അപ്പം ഞാൻ പശുവും പാലാണ്, അതായത് അമൂലിൻ്റെ പശുവും പാലാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പം ഇത് നമുക്ക് ഓട്സ് റെഡിയാക്കാം. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ പാലൊഴിക്കും. അലക്സ, അതിനിടയ്ക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ചിക്കൻ കറി റെഡിയാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം ഞാൻ ഉണ്ടാക്കുന്ന വിധം. അപ്പം ഓരോരുത്തരും ഉണ്ടാക്കുന്ന വിധം വ്യത്യാസമായിരിക്കും. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കുടിച്ചു കഴിഞ്ഞോ? ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു. പുറത്തൊക്കെ കുടിക്കണേ. ഓപ്പണോ? ഓപ്പൺ എന്നൊക്കെ ഇപ്പൊ പറയാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ഓട്സ് ഇളക്കി കൊടുക്കാം. എന്തോ അതെ, ഇങ്ങനെ നിർത്താത്തില്ല. ഇനിയിപ്പം ഇങ്ങനെയൊക്കെയാണ്. എന്തോ വിശക്കുന്നോ? എന്തോ പറ്റിയടാ? വെളുത്തുള്ളി ഇഞ്ചിയാണ് ഫസ്റ്റ് ഇട്ടത്. അതെല്ലാം കൂടെ ഒന്നിച്ച് അങ്ങിടുകയാണ് ഈസിക്ക് വേണ്ടിയിട്ട്.
എളുപ്പവഴിന്ന് പറയത്തില്ലേ, ഇതൊക്കെ നടക്കത്തുള്ളൂ. നമ്മുടെ ഓട്സ് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ ഇളക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇത് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതെ, ഒരു കൈ കൊണ്ട് പണി ചെയ്യാനും 2 ഗ്യാസിൽ കുക്ക് ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ്, വഴറ്റാൻ. അപ്പം ഇന്ന് വഴണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിയും ഇട്ടിട്ട് പിന്നെ പൊടി ഐറ്റംസ് ഇട്ടിട്ട് നമ്മൾ ചിക്കൻ എടുത്തിരുന്നു. അങ്ങനെ നമ്മുടെ കറി റെഡിയാവുന്നു. അപ്പം ഇതാണ് എൻ്റെ ചിക്കൻ കറി. അപ്പം നിങ്ങളുടെ എല്ലാവർക്കും എൻ്റെ കമന്റ് സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ എനിക്ക് പുതിയ എല്ലാ അമ്മമാർക്കും കമന്റ് സെക്ഷനിലേക്ക് സ്വാഗതം. എല്ലാവരും വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അപ്പൊ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കുന്നത് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കും ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഇവനെ കൊണ്ട് സമ്മതിക്കത്തില്ല. പക്ഷെ ഇത് കൊള്ളാം. ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓട്സ് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പാലുണ്ട് കേട്ടോ. അപ്പൊ ആ പാൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു സ്പൂണേ ഞാൻ അടിക്കത്തുള്ളൂ കേട്ടോ. കുറുക്കിന്റെ ഒരു ഏകദേശ പരുവം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാ ഇതുപോലെ കുറുകി പാലും ഓട്സും എല്ലാം കൂടെ. അപ്പോൾ എത്ര ഈ ഒരു രൂപത്തിലാകുമ്പോഴത്തേക്കും നിർത്തണം കേട്ടോ. നിർത്തി കഴിഞ്ഞാൽ അത് ആറായി വരുമ്പോഴത്തേക്കും അത് നല്ല ഒരു തിക്ക് ആയിട്ട് വരും. ത്തേക്കും നമുക്ക് തോരനുള്ളത് അരിഞ്ഞു വെക്കാം. അപ്പോൾ ഇവന് ഞാൻ കുറച്ച് ആക്രി ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പറക്കി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പണ്ട് ഒട്ടിച്ച് വെച്ചിരുന്ന ഷെൽസാണ്, കുറച്ച് പിസ്ത ഷെല്ലാണ്. അപ്പോൾ അതിരുന്ന് പറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് കുറച്ച് നേരത്തേക്ക് ഇരിക്കത്തുള്ളൂ കേട്ടോ. ഇപ്പം വരും, കറങ്ങിട്ട് വരും. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് അരിഞ്ഞരിഞ്ഞ് വെക്കുക, അതേ നടക്കത്തുള്ളൂ. നമ്മുടെ ബീൻസ് നമുക്ക് തോരൻ വയ്ക്കാം. ക്യാരറ്റ് ഇല്ല, അപ്പം നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു കൈ കൊണ്ട് നമുക്ക് എങ്ങനെ തക്കാളി അരിയാം. അപ്പോൾ ബീൻസ് അരിയുന്നതിൻ്റെ ഇടയ്ക്കാണ്. അപ്പോൾ ഇവൻ സമ്മതിക്കത്തില്ല, കരഞ്ഞു. അപ്പം നമുക്ക് തക്കാളി അരിയാം. ചിക്കൻ അരിയണ്ടേ? ഒരു തക്കാളി കൈ ഇട്ടുണ്ട്. അപ്പം ഓട്സ് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളോട് ഞാൻ ഒരു കാര്യം മറന്നുപോയി. അപ്പോൾ അതിൽ നമ്മൾ പനം കൽക്കണ്ട് വിടും കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ മധുരത്തിന് വേണ്ടി പനം കൽക്കണ്ട് ഇടാറ്. നമ്മുടെ കുറുക്കിനകത്തൊക്കെ നമ്മൾ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് പകരം, പക്ഷെ ഞാൻ മറന്നുപോയി. നിങ്ങളോട് സംസാരിച്ചിട്ടിരുന്നത് കൊണ്ടായിരിക്കും നമ്മൾ മറന്നുപോയി. അപ്പോൾ അതിന് പകരം നമുക്ക് ഇച്ചിരി തേൻ, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് തേന്. അപ്പം തേൻ ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കും, ഒരു ചെറിയൊരു മധുരത്തിന് വേണ്ടി. തേൻ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കൊടുക്കാം. പക്ഷെ വാ വിളിക്കത്തില്ല അവൻ. എൻ്റെ ചക്കരക്കുട്ടൻ ആരാ? ആ ഞാനാ. എൻ്റെ ചങ്ങടിക്കുട്ടൻ ആരാ? എൻ്റെ പക്കടക്കുട്ടൻ ആരാ? ആ എൻ്റെ പൊന്നുകുട്ടൻ ആരാ? ഞാനാ. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ ഇല്ല, അപ്പോൾ അത് ആരുടെ ആയിരുന്നു? അനു അല്ലല്ലോ. ആ നമ്മുടെ ഇതിലത്ത് കേട്ടിട്ടില്ലേ, എൻ്റെ പൊന്നീശാരാ. ആ അങ്ങനെ. അപ്പം അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പഠിപ്പിച്ചതാ. അപ്പം ഇപ്പം അത് പറയുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഇത് കേൾക്കട്ടെ. അതിന് വേണ്ടി ഞാൻ ചുമ്മാ പഠിപ്പിച്ച് വെച്ചതാ. എൻ്റെ ചക്കരക്കുട്ടൻ ആരാ? ഞാനാ. അവനറിയത്തോലില്ല എന്തുവാന്ന്. ഞാനാ. എന്താ എൻ്റെ ട്രൈപോഡൊക്കെ ഒടിച്ച് മടക്കി ഇപ്പം കൈ തരും. കണ്ടോ ഗൈസ്, എൻ്റെ ട്രൈപോഡ് കാര്യത്തിൽ തീരുമാനമായി.
ആ ട്രൈപോഡ് കയ്യിലിരുന്നുകൊണ്ടാണ് വാ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ പുതിയ ഐറ്റംസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഗൈസ്, ഞാനൊരു കുറ്റം ചെയ്തു. കാണിച്ചു തരാം. എന്തൊക്കെയാണ് ജനു? സന്തോഷം കണ്ടില്ലേ? ഞാൻ റേച്ചൽസിൻ്റെ കാർട്ടും വെച്ച് കൊടുത്തു ഗൈസ്. അല്ലാതെ എനിക്ക് ആ തോരൻ എനിക്ക് വെക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് 2 minutes ഞാൻ കാണിച്ചു. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഒരു 2 minutes ഒക്കെ കാണിക്കും, കുറച്ച് നേരം കാണിക്കത്തുള്ളൂ, പിന്നെ ഞാൻ നിർത്തും കണ്ടു. ഉറക്കം വരുന്ന ജനുവിന് കണ്ടോ? ഇപ്പം ഇതാണ് അവസ്ഥ. ഇതാ നമ്മുടെ തോരൻ. നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവല്ലേ? ഫുഡ്, where is the food? അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡൊക്കെ അടിച്ച്, ജോന് ഫുഡ് അടിച്ചില്ല കേട്ടോ. ഫുഡ് കൊടുത്തപ്പോഴേ അവന് ഫുഡേ വേണ്ട. പിന്നെ ഞാൻ കഴിക്കാനിരുന്നപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലും ബഹളവും. അവന് മേശപ്പുറത്തിരിക്കുന്ന കറിയും സംഭവം അതിനകത്തെല്ലാം കൈയിടണം, അതിനകത്ത് സ്പൂണിട്ട് അടിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അവനെ അച്ഛൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ സമാധാനമായിട്ട് കഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചൊരു വോക്കിങ്ങിന് പോയി കേട്ടോ. അപ്പോൾ വോക്കിങ്ങിന് പോകാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അവന് നമ്മൾ ഷൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട്, പിന്നെ ഇവൻ നമ്മൾ സ്റ്റാൻഡ് ഇരിക്കുന്ന ചെരുപ്പൊക്കെ എടുത്ത് ഇങ്ങനെ അവൻ്റെ കാലയിട്ട് നോക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ റൂട്ടീൻ. എന്നും ഈ റൂട്ടീൻ തന്നെയാണെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.